ഈ കേസിൽ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ കോൺഗ്രസിലെ ഒരു വിഭാഗവും അവരെ സഹായിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. IND സഖ്യത്തിൻ്റെ കളികൾ ഈ കേസിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ തന്നെ ആ കാര്യം പലതവണ വ്യക്തമാക്കിയതാണ്. 10 പ്രതികളെ കുറ്റവിമുക്തരാക്കിയത് തീർച്ചയായിട്ടും ഈ കേസ് നടത്തുന്നതിൽ ഉണ്ടായിട്ടുള്ള വലിയ വീഴ്ചയുണ്ട്. കേസിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ കോൺഗ്രസിലെ പ്രമുഖനായിട്ടുള്ള അഭിഭാഷക നേതാവ് തന്നെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു. അതുമാത്രമല്ല, CPM-ഉം കോൺഗ്രസും തമ്മിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണയുണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതാണ്. മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ലഭിക്കാതെ പോയത് ആ കള്ളക്കളിയുടെ ഭാഗമായിട്ടാണ്. യഥാർത്ഥത്തിൽ ഈ കേസിലെ എല്ലാ പ്രതികൾക്കും ശിക്ഷ ലഭിക്കേണ്ടതായിരുന്നു. വളരെ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് ഈ കേസിൽ നടന്നിരിക്കുന്നത്. ഉന്നതരായിട്ടുള്ള CPM നേതാക്കളാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. ഏരിയ സെക്രട്ടറിയും MLA-യും അടക്കം, ലോക്കൽ സെക്രട്ടറിമാരടക്കം പ്രമുഖരായിട്ടുള്ള CPM നേതാക്കൾ ഗൂഢാലോചന നടത്തിയാണ് ഈ കൊലപാതകം നടന്നത്. സംസ്ഥാന പോലീസ് തന്നെ അന്വേഷിച്ചിരുന്നെങ്കിൽ മുഴുവൻ പ്രതികളും വെറുതെ വിട്ടുപോകുമായിരുന്നു. എന്തായാലും 14 പേർക്ക് ശിക്ഷ ലഭിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ബാക്കി 10 പേർക്ക് കൂടി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള തുടർ നടപടികൾ ആവശ്യമുണ്ട്. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പലതും ഇതുപോലെ തേച്ചു മാച്ച് കളയാനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കം നടന്നിട്ടുണ്ട്. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയും ഇല്ല എന്നുള്ളത് തെളിഞ്ഞ കാര്യമാണ്. തൃശ്ശൂരിലെ കേക്ക് വിവാദത്തിൽ സുനിൽകുമാർ അല്പം പിന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ എന്നാണ് പറയുന്നത്? സുനിൽകുമാർ നടത്തിയത് അനാവശ്യമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. ഒരു പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണമായിരുന്നില്ല. കാരണം ഞങ്ങൾ കണ്ടത് ഏതെങ്കിലും ഒരു മേയറെ മാത്രമല്ലല്ലോ. ഇത്തവണ 10 ലക്ഷം പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശവും പ്രിൻ്റ് ചെയ്ത് ഞങ്ങൾ വീടുകളും ആരാധനാലയങ്ങളും മതനേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. തൃശ്ശൂർ മേയറെ കണ്ടത് മാത്രം ഒരു വലിയ വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ അപക്വമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നത്. അല്ല, ഈ മേയർ നേരത്തെ സുരേഷ് ഗോപിയെ പുകഴ്ത്തി സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരു BJP-യിലേക്ക് പോകുന്ന ചർച്ചകളൊക്കെ തന്നെ സജീവമായി നടക്കുന്ന ഒരു സമയത്തായിരുന്നു ഒരു കൂടിക്കാഴ്ചയിലേക്ക് പോകുന്നത്. അല്ല, സുരേഷ് ഗോപിയെ പുകഴ്ത്തി സംസാരിച്ചതും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതും ഒരു മേയർ മാത്രമല്ലല്ലോ. തൃശ്ശൂരിൽ ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് എല്ലാവരുടെയും പിന്തുണ കൊണ്ടല്ലേ. കേവലം BJP പ്രവർത്തകരുടെ മാത്രം വോട്ട് കൊണ്ടല്ലല്ലോ സുരേഷ് ഗോപി ജയിച്ചത്. സുരേഷ് ഗോപിക്ക് വ്യാപകമായ പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. സുരേഷ് ഗോപിക്ക് മാത്രമല്ല, മത്സരിച്ച പല പ്രമുഖ നേതാക്കൾക്കും വലിയ തോതിലുള്ള പാർട്ടി വ്യത്യാസത്തിനപ്പുറത്തേക്കുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ 20% വോട്ടിലേക്ക് എത്തിയത്. അപ്പോൾ സുനിൽകുമാറിന് പരാജയത്തിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ച് അത് തിരുത്തുന്നതിന് പകരം പരാജയത്തിന് കാരണം തൃശ്ശൂർ മേയറാണ് എന്നൊക്കെ പറയുന്നത് ബാലിശമാണ്. ഒരു ഇടതുപക്ഷ നേതാവിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. സുനിൽകുമാർ വ്യക്തിപരമായിട്ട് ആളുകൾ കാണുന്നതിനെയും സൗഹൃദം പുതുക്കുന്നതിനെയും ഒന്നും ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സുനിൽകുമാർ തൃശ്ശൂരിലല്ലേ കഴിയുന്നത്? നല്ല ശതമാനം ക്രൈസ്തവരുള്ള ഒരു മണ്ഡലമല്ലേ. ഒരു ക്രിസ്മസ് ആശംസ സുനിൽകുമാർ നേർന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയി ഒരു കേക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ടോ? ഒരു ആശംസാ സന്ദേശം അദ്ദേഹം കൈമാറിയിട്ടുണ്ടോ? ഞങ്ങളൊരു നല്ല കാര്യം ചെയ്തതിനെ എന്തിനാണ് വിമർശിക്കുന്നത്? പാലയൂർ പള്ളിയിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള കരോൾ മുടക്കാനുള്ള നീക്കമുണ്ടായി. സുനിൽകുമാർ എന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ സുനിൽകുമാർ വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. അതിൽ നിന്ന് അദ്ദേഹത്തിന് പുറകോട്ടി പോകേണ്ടി വന്നത് പൊതുസമൂഹം അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട്.